ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അനാലിറ്റിക് ഫംഗ്ഷൻ ഇൻ ദ കോംപ്ലക്സ് പ്ലെയിൻ. ഹിയർ z ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. ഒരു അഡീഷണൽ ഡാറ്റയും തന്നിക്കണം. ഇവിടെ നമുക്ക് കാണേണ്ടത് ഗിവൺ ആയിട്ടുള്ള ഫംഗ്ഷൻസിൽ അനാലിറ്റിക് ഫംഗ്ഷൻ അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൽ 4 ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് 4 എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്. ഓരോ ഓപ്ഷനും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഓരോ ഓപ്ഷൻ നോക്കിയാൽ കാണാം എഫ് ഓഫ് z ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2i. അതായത് ഏതൊരു കോംപ്ലക്സ് ഫംഗ്ഷനെയും നമുക്ക് യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ വി ഓഫ് എക്സ് വൈ എന്നുള്ള രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം. എഫ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ അല്ലെങ്കിൽ എഫ് ഓഫ് z ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു രൂപത്തിൽ എഴുതുകയാണെങ്കിൽ അതിനെ യു എക്സ് വൈ പ്ലസ് ഐ വി ഓഫ് എന്നുള്ള രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം. ആ രൂപത്തിൽ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻസ് ആണ് 4 ഫംഗ്ഷൻസും ആ രൂപത്തിൽ തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളതും. അതിൽ അനാലിറ്റിക് അല്ലാത്തത് ഏത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അനാലിറ്റിക് ഫംഗ്ഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വളരെ പ്രധാനപ്പെട്ടുള്ള റിസൾട്ട് ആണ് എഫ് എന്നുള്ളൊരു ഒരു ഡൊമൈനിൽ അനാലിറ്റിക് ആണെങ്കിൽ ആ ഡൊമൈനിൽ എഫ് കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. If a function f is analytic in a domain, the function must satisfy the Cauchy-Riemann equations. Cauchy-Riemann equations പറയുന്നത് ux is equal to vy and uy equal to minus vx. Okay. അപ്പോൾ എഫ് അനാലിറ്റിക് ആണെങ്കിൽ Cauchy-Riemann equations സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളതാണ് കണ്ടീഷൻ. അതിന്റെ കോൺട്രാ പോസിറ്റീവ് ആർഗ്യുമെന്റ് എന്താ വരുന്നത്? അതിന്റെ കോൺട്രാ പോസിറ്റീവ് ആർഗ്യുമെന്റ് എഫ് അനാലിറ്റിക് അല്ലെങ്കിൽ if f not satisfies Cauchy-Riemann equation, then the function is not analytic at that point. ഒരു പോയിന്റിൽ ഫംഗ്ഷൻ Cauchy-Riemann equation സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ അത് പോയിന്റിൽ ഫംഗ്ഷൻ എന്താവൂല, അനാലിറ്റിക് ആവൂല. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസിൽ ഓരോ ഓപ്ഷൻസും Cauchy-Riemann equations സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കിയാൽ മതി. അപ്പൊ ഓരോ ഓപ്ഷൻസ് നമ്മൾ റാൻഡം ആയിട്ട് ഫസ്റ്റ് തൊട്ടിട്ട് ചൂസ് ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കുക. അത് ശരിയാണെങ്കിൽ സെക്കൻഡിലേക്ക് പോവുക, തേർഡിലേക്ക് പോവുക, ഫോർത്തിലേക്ക് പോവുക. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കുക, Cauchy-Riemann ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ. Cauchy-Riemann ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തത് കൊണ്ട് മാത്രം ഫംഗ്ഷൻ അനാലിറ്റിക് ആവൂല. അതിനൊരു കണ്ടീഷൻ ഉണ്ട്. Cauchy-Riemann ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും ഫംഗ്ഷൻ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയും ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആവുകയും വേണം. അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കോൺവേഴ്സ് ശരിയാണ്. അതായത് എഫ് അനാലിറ്റിക് ആണെങ്കിൽ Cauchy-Riemann ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷെ Cauchy-Riemann ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തത് കൊണ്ട് മാത്രം ഫംഗ്ഷൻ അനാലിറ്റിക് ആവൂല. അതിന് എക്സ്ട്രാ കണ്ടീഷൻസ് കോൺവേഴ്സ് ശരിയാവാൻ വേണ്ടിയിട്ട് അതിന്റെ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയും അത് കണ്ടിന്യൂസ് ആയിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷനും കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അനാലിറ്റിക് അല്ലാത്തതാണ് ചോദിച്ചത്. അപ്പൊ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എന്തായാലും Cauchy-Riemann ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യൂല. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓപ്ഷനിലേക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് എഫ് ഓഫ് z ഈസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് 2i എന്നുള്ളതാണ്. ഏല് എഫ് ഈസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് 2i. ഓക്കെ. സോ ഫസ്റ്റ് ഓപ്ഷനിൽ എക്സ് വൈ പ്ലസ് 2i എന്നാണ് വരുന്നത്. നമ്മൾ Cauchy-Riemann ഇക്വേഷൻ നോക്കുക. ux ഈസ് ഈക്വൽ ടു vy, uy ഈക്വൽ ടു മൈനസ് vx. ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. അതിന് ux ഇവാലുവേറ്റ് ചെയ്യാം. ux ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ u ഇതാണ് വരുന്നത്, ux y വരും, vy എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. ദാറ്റ് മീൻസ് ux നോട്ട് ഈക്വൽ ടു vy ഫോർ ഓൾ പോയിന്റ്സ് ഫോർ ഓൾ x, y ബിലോങ്സ് ടു c. സിയിലുള്ള പോയിന്റ്സ് എടുക്കുന്ന സമയത്ത് യുഎക്സും വിവൈയും എന്തല്ല, ഈക്വൽ അല്ല. ദാറ്റ് മീൻസ് എഫ് ജസ്റ്റ് 1 സെക്കൻഡ്. ഓക്കെ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഓരോ ഓപ്ഷൻസ് ആയിട്ട് പറയാം. സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് ഓപ്ഷനിൽ നമ്മൾ Cauchy-Riemann ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കിട്ടി. തേർഡ് ഓപ്ഷനിൽ Cauchy-Riemann ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതേപോലെ ലാസ്റ്റ് ഓപ്ഷനിലും Cauchy-Riemann ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതോടുകൂടെ തന്നെ കോൺവേഴ്സ് ട്രൂ ആവാൻ Cauchy-Riemann ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം പോരാ,
അത് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയും കണ്ടിന്യൂസ് ആവുകയും വേണം. ഇവിടെ കണ്ടിന്യൂസ് ആകുന്നുണ്ട്, അതുകൊണ്ട് കോൺവേഴ്സ് ട്രൂ ആണ്, അനാലിറ്റിക് ആണെന്ന് പറയാം. ഇനി ലാസ്റ്റ് ഓപ്ഷൻ നോക്കുന്ന സമയത്ത് അതിൽ വേണമെങ്കിൽ മറ്റൊരു രൂപത്തിലും കൂടി പറയാം. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 2i(xy) എന്നുള്ളത് എക്സ് പ്ലസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ ചെയ്താൽ കിട്ടുന്ന സാധനമാണ്. എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ വരും, മൈനസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ, അതാണ് മൈനസ് വൈ സ്ക്വയർ പ്ലസ് 2i(xy) വരും. ഇയാള് സെഡ് സ്ക്വയർ ആണ്. സെഡ് എന്ന് പറഞ്ഞാൽ അനാലിറ്റിക് ആണ്. അപ്പൊ ഇത് ഒരു അനാലിറ്റിക് ഫംഗ്ഷനെ നമ്മൾ യു പ്ലസ് ഐ വി എന്നുള്ള രൂപത്തിൽ എക്സ്പ്രസ് ചെയ്തതിന്റെ ഒരു ഫോർമാറ്റ് ആണ് ലാസ്റ്റ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ മാത്രം കോഷി റിമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തതും ബാക്കിയെല്ലാം കോഷി റിമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതും ആണെന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാം. ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് ഫസ്റ്റ് ഓപ്ഷൻ വരും. ക്വസ്റ്റിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ലെറ്റ് യു ഓഫ് എക്സ് പ്ലസ് ഐ വൈ ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3xy സ്ക്വയർ യു എന്നുള്ളൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ദെൻ ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് വി യു പ്ലസ് ഐ വി ഈസ് ഹോളോമോർഫിക് ഇൻ സി. ഏത് വി ചൂസ് ചെയ്യുമ്പോൾ അതാണ് യു പ്ലസ് ഐ വി ഹോളോമോർഫിക് ആവുക എന്നുള്ളത്. യു പ്ലസ് ഐ വി ഹോളോമോർഫിക് മീൻസ് യു ഐ വി ഹോളോമോർഫിക് എന്ന് പറഞ്ഞാൽ യു പ്ലസ് ഐ വി അനാലിറ്റിക് ആണ്. യു പ്ലസ് ഐ വി അനാലിറ്റിക് ആണെങ്കിൽ യുവിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആണ് വി. യുവിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആണ് വി എന്നുണ്ടെങ്കിൽ യുവും വിയും കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. സോ യു എക്സ് ഈസ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് എഴുതാം. സോ ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നതിൽ കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഏതാണോ ആ ഓപ്ഷൻ ആണ് ട്രൂ ആയിട്ട് വരിക. അതായത് യു നമുക്ക് തന്നിട്ടുണ്ട്, യു ഈസ് ഈക്വൽ ടു ഗിവൺ ആണ് ആരാണ്, എക്സ് ക്യൂബ് മൈനസ് 3xy സ്ക്വയർ, എക്സ് ക്യൂബ് മൈനസ് 3xy സ്ക്വയർ. നൗ ux is equal to 3x square minus 3y square ux കിട്ടി. കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഓപ്ഷൻസിന്റെയും വി ഇവാലുവേറ്റ് ചെയ്യാം. ഓപ്ഷൻ ഓപ്ഷൻ വി ആരാണ്, ഓപ്ഷൻ എയില് വി വരുന്നത് 3x square y മൈനസ് y cube. Now vy equal to 3x square minus 3y square. ഓപ്ഷൻ എയില് ux ചെയ്തു, അത് തന്നെയാണ് vy വരുന്നത്. അപ്പൊ കോഷി റീമാൻ ഇക്വേഷന്റെ ഒരു പാർട്ട് അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക്, അതിന് സെക്കൻഡ് പാർട്ടിലേക്ക് പോകണം, vy ഇവാലുവേറ്റ് ചെയ്യണം. ബാക്കി ഓപ്ഷൻസിന്റെയും കൂടി നമുക്ക് vy ജസ്റ്റ് ഒന്ന് നോക്കാം. സെക്കൻഡ് ഓപ്ഷനിൽ വി വരുന്നത് വി ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു വൈ ക്യൂബ് മൈനസ് 3x square y. This will implies vy equal to 3y square minus 3x square. This is not equal to ux. ux-നോട് ഈക്വൽ അല്ല, അതിന്റെ നെഗറ്റീവ് ആണ് വരുന്നത്. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് പറയാം, ഓപ്ഷൻ ബി ഈസ് ഫോൾസ്. ഓപ്ഷൻ ബി ഒരിക്കലും ആവൂല. ഇനി നമുക്ക് തേർഡ് ഓപ്ഷനിലെ വി നോക്കാം. തേർഡ് ഓപ്ഷനിലെ വി വരുന്നത്, ഓപ്ഷൻ തേർഡില് വി എക്സ് ക്യൂബ് മൈനസ് 3xy സ്ക്വയർ, എക്സ് ക്യൂബ് മൈനസ് 3xy സ്ക്വയർ ആൻഡ് വി വൈ ഈക്വൽ ടു 3x സ്ക്വയർ മൈനസ് 3x സ്ക്വയറിൽ വി വൈ ചെയ്യുമ്പോൾ 6xy. ദാറ്റ് ഈസ് ഓൾസോ നോട്ട് ഈക്വൽ ടു ux-ന് ഈക്വൽ അല്ല ഇയാളോ. അതുകൊണ്ട് ഓപ്ഷനും എന്താണെന്ന് പറയാം, തെറ്റാണ്. ഓപ്ഷൻ സി ഈസ് ഓൾസോ ഫോൾസ്. സിയും ഒരിക്കലും അനാലിറ്റിക് ആവുന്ന രൂപത്തിലല്ല. ഇനി നമുക്ക് ഓപ്ഷൻ ഡിയിലുള്ള വി നോക്കാം. ഓപ്ഷൻ ഡിയിലുള്ള വി 3xy സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ്, 3xy സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് വി വൈ ഈക്വൽ ടു 6xy minus 0, that is equal to 6xy. Here also vy not equal to ux.
അപ്പൊ 4 ഓപ്ഷൻസിലും എന്തല്ല, നമ്മൾ UX ആദ്യം ഇവാലുവേറ്റ് ചെയ്തു, ബാക്കിയുള്ളതിന്റെ VY നോക്കുന്ന സമയത്ത് ആദ്യത്തേതല്ലാത്ത ബാക്കിയുള്ള ഒരു ഓപ്ഷനിലും ശരിയായിട്ട് വരുന്നില്ല. അപ്പൊ ബാക്കി 3 ഓപ്ഷൻസ് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് കോഷി റീമാനിക്വേഷന്റെ പാർട്ട് മാത്രം VY എന്നുള്ള ഒരു പാർട്ട് വെച്ചിട്ട് മാത്രം തന്നെ നമുക്ക് ഇവിടെ ബാക്കി 3 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുകയും ഓപ്ഷൻ ട്രൂ ആണെന്നുള്ളതും പറയാം. നമുക്ക് സാധാരണ ജനറലി നമുക്ക് U(x(y) എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ തരികയും അത് അനാലിറ്റിക് ആകുന്ന രൂപത്തിൽ ഒരു എക്സിസ്റ്റ് ചെയ്യും. അതാണ് ഇതിലെ ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത്. U നമുക്ക് ഗിവൺ ആണ്, U+IV അനാലിറ്റിക് ആകുന്ന രൂപത്തിൽ ഒരു V ഉണ്ടാകും. ആ V ആണ് നമുക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. ഹാർമോണിക് കോൺജുഗേറ്റ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ ഏതൊരു U തന്നാലും അതിന് കറസ്പോണ്ട് ആയിട്ട് ഒരു V കാണാം. ആ IV അനാലിറ്റിക് ആവുന്ന രൂപത്തിൽ ഒരു V കാണാം. അപ്പൊ U+IV അനാലിറ്റിക് ആകുന്ന സമയത്ത് റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ ഓപ്ഷൻസ് വെച്ചിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ട, ഹാർമോണിക് കോൺജുഗേറ്റ് വാല്യൂ ചെയ്യേണ്ട ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ് വെച്ച് ആ ഒരു രൂപത്തിൽ ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ജസ്റ്റ് ഓരോ ഓപ്ഷൻസിലും വെച്ചിട്ട് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് മാത്രം നോക്കിയാൽ മതി. Here option A is true.